ഹലോ, ആർട്ട്ലെസ് മീൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിജ്ഞ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ഉടായ്പ പരിപാടിയായിരുന്നു. ഉടായ്പ പരിപാടി എന്നല്ല, ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ ചൂടുകൊണ്ടാണ് എന്ത് ടൈലിൻ്റെ ചിലപ്പോൾ ടൈലിൻ്റെ ക്വാളിറ്റി എന്താ കാരണമൊന്നും പ്രോപ്പറായിട്ട് അറിയില്ല. പക്ഷേ ടൈലിൽ പൊള്ളിപ്പോരുക അല്ലെങ്കിൽ ടൈൽ കൊണ്ട് കംപ്ലീറ്റ് പൊട്ടി. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ എന്താ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആ ഒരു ഏരിയയിൽ ടൈലുകൾ മൊത്തം 6 ടൈൽ എടുത്തിട്ട് ജസ്റ്റ് 3 എണ്ണം ഡയഗണലായിട്ട് ഷേപ്പിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്ത് സിമെൻ്റ് ഇട്ട് ഫില്ല് ചെയ്ത് ഒരേ ലെവലാക്കിയെടുത്തു. അപ്പോൾ സിമെൻ്റ് ഇട്ട സ്ഥലത്ത് പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് എനാമൽ പെയിൻറ്റ്, വൈറ്റ് ബേസ് അടിക്കുന്ന പെയിൻറ്റിൻ്റെ കൂടെ കുറച്ച് ടർപ്പൻറ്റൈൻ ആഡ് ചെയ്ത് മിക്സ് ചെയ്യുക. വൈറ്റോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കേട്ടോ. ഞാൻ ജസ്റ്റ് ബേസ് ആക്കി അടിക്കാൻ വേണ്ടിയാണ് വൈറ്റ് എടുത്തത്. അപ്പോൾ നല്ല സ്മൂത്തായി അടിച്ചെടുക്കുക. പുതിയ ബ്രഷൊന്നും യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. വീട്ടിൽ പഴയ ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്താൽ മതി. വെറുതെ പുതിയ ബ്രഷ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാനതിൻ്റെ ഒരു സൈഡിൽ ഒരു ഫിഷ് പോണ്ട് പോലെ വരച്ചുണ്ടാക്കിയതാണ്. ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കിയാണ് വർക്കൗട്ട് ആവോ ഇല്ലയോ എന്ന്. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ആ ഒരു സൈഡ് ചെയ്യാൻ ഞാൻ പകുതി ദിവസമെങ്കിലും എടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് അപ്പുറത്തെ സൈഡ്, ബാക്കി സൈഡ് എങ്ങനെ ചെയ്തതെന്ന് നോക്കാം. ഞാൻ ആക്രിലിക് പെയിൻ്റാണ് യൂസ് ചെയ്തത്. അതാകുമ്പം വെള്ളമായാലും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ ജസ്റ്റ് വലിയ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം അത്യാവശ്യം കുറച്ച് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നതെന്ന്. പ്യോർ ബിഗിനേഴ്സിന് എന്താ പറയുക, അവർക്ക് ഞാൻ ആക്രിലിക്സിൻ്റെ ബേസിക് ട്യൂട്ടോറിയൽസ് ചെയ്യാം. അപ്പോൾ അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചിരുന്ന് കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തത്. കാരണം ഒരുപാട് ലെയറുകൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബ്ലാക്കിൻ്റെ തന്നെ 3-4 ലെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കുക. നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ വരച്ച് വെക്കുക. എന്നിട്ട് എക്സ്ട്രീം ബാക്കിൽ ഏത് കളറാണോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അതിൻ്റെ സ്ലൈറ്റ്ലി ഡാർക്കർ ഷെയ്ഡ് അടിച്ചു തുടങ്ങുക. ഏറ്റവും ബാക്കിലത്തെ കളർ ഏതാണെന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ പിക്ചറിൽ നിങ്ങൾക്കൊരു മൈൻഡിലൊരു ഏകദേശം ഒരു ഐഡിയ വേണം, ഇന്നതാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഏറ്റവും എക്സ്ട്രീം ബാക്കിലുള്ള കളർ അടിക്കുക. അപ്പോൾ ഒരു ലെയർ ഇപ്പോൾ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലെയർ അടിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ ലെയർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട്, അപ്പോൾ ഇത് പെബിൾസ് അല്ലെങ്കിൽ സ്റ്റോൺസ് ആണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പം അതിൻ്റെ ഷേപ്പുകൾ ചെറുതാക്കി ഒന്ന് ഡാർക്ക്, അതിലും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഡയമെൻഷൻസ് വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ സ്റ്റോൺസ് വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് വരുമ്പം ഒരു ചെറിയൊരു ലൈറ്റർ ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡൊക്കെ ആയിട്ടാണ് വരിക. അപ്പോൾ ആ ഷെയ്ഡ് പോലെ അങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചെടുക്കുക.
അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ലൈറ്റർ ഷെയ്ഡ്സ് ആ സ്റ്റോൺസിൽ വരുന്ന ഒരു ആ സ്റ്റോണിൻ്റെ കുറച്ചൊരു ലൈറ്റ് വീഴുമ്പോൾ റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴുള്ള കുറച്ചൊരു ലൈറ്റർ ഷെയ്ഡ്സിനെ വരച്ചെടുക്കുക. ഇത് വാട്ടർ കളർ പോലെയല്ല. ആക്രിലിക് ആകുമ്പം അടിയിൽ ലെയർ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അത് പൊളിഞ്ഞു പോരുക, കളറായിട്ട് മിക്സ് ആവുക, അങ്ങനെയൊന്നുമില്ല. അപ്പം നിങ്ങൾക്ക് കളറുകൾ ഓവർലാപ്പ് ചെയ്തിട്ട് ഡീറ്റെയിലിംഗ് കൂടുതൽ കൊടുക്കാവുന്നേ ഉള്ളൂ. ഇപ്പം ചിത്രത്തിനെ പറ്റി ഒരു ഐഡിയ നിങ്ങൾക്കില്ല. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റെഫർ ചെയ്യുക. അപ്പോൾ ഒറിജിനൽ ഫോട്ടോ പോയിൻറ്റ്സ് അങ്ങനെ നിങ്ങൾ അത് ചിത്രങ്ങളോ ഫോട്ടോസോ റിയലായിട്ട് കാണാൻ പറ്റുമെങ്കിൽ റിയലായിട്ട് കാണും. അങ്ങനെ കണ്ടിട്ട് മനസ്സിലാക്കുക എങ്ങനെയാണ് ഫീച്ചേഴ്സും ഡീറ്റെയിലിങ്സും വരുന്നതെന്ന്. ഇനി ലീഫ് ചെയ്യുമ്പം ഞാൻ ജസ്റ്റ് റാൻഡമായിട്ടൊരു ഗ്രീൻ എടുത്ത് അതിന് തോന്നിയ പോലെ അടിച്ചു എന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. ഏത് ലീഫാണെന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. ഇപ്പം ലീഫും സ്റ്റോൺ ചെയ്ത പോലെ തന്നെ അതിൻ്റെ ഏറ്റവും അടിയിൽ വരേണ്ട കളറിനെ കൊടുക്കുക. ഇനി ജസ്റ്റ് സ്റ്റോൺസിന് കുറച്ചൊരു ബ്രൗൺ ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടി കുറച്ച് ഡൈല്യൂട്ട് ചെയ്തിട്ട് എല്ലായിടത്തിലും ഒന്ന് അടിച്ചിടുക. ഇനി ലീഫിൻ്റെ ഡീറ്റെയിലിംഗ് ചെയ്യുക. അപ്പോൾ ലീഫ് എന്തായാലും ഒറ്റ കളറിൽ ഒരേപോലെ ആയിരിക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് കളറുകൾ മിക്സ് ചെയ്ത് കുറച്ച് വൈറ്റൊക്കെ വരേണ്ടിടത്തിൽ വൈറ്റൊക്കെ ആഡ് ചെയ്ത് അതിനെ കുറച്ചൊരു നല്ല ഫീച്ചേഴ്സ് കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് കൊടുക്കുക. ഞാൻ ഒരുപാട് റിയലിസ്റ്റിക് ഒന്നും ആക്കാൻ നോക്കിയിട്ടില്ല. അപ്പം കുറച്ച് അത്യാവശ്യം വേഗത്തിൽ ചെയ്ത് തീർക്കണം എന്നുള്ളതിനെ കൊണ്ട് അങ്ങനെ ഒരുപാട് റിയലിസ്റ്റിക്കും അല്ല ഒരുപാട് ബോറും അല്ലാത്ത രീതിയിൽ ചെയ്ത് തീർക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് ഇനി മീനിൻ്റെ വാല് അതും വെള്ളേനെ കൊണ്ട് ജസ്റ്റ് വരച്ചാൽ മതി. വാല് കുറച്ചൊരു സെമി ട്രാൻസ്പെറൻ്റ് ആയിരിക്കും ഈ ഫിൻസും ഇതൊക്കെ. അപ്പം അതുകൊണ്ട് നമുക്ക് അടിയിൽ വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഓൾറെഡി സ്റ്റാർട്ടിങ്ങിലേ വരച്ച് വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഓവർലാപ്പായിട്ട് വൈറ്റ് കൊണ്ട് ടെയിലും ഫിൻസും വരയ്ക്കാം. ഇങ്ങനെ വാലൊക്കെ ഉള്ള ഏത് മീനാണെന്ന് ചോദിക്കരുത് എന്നോട്. എനിക്ക് തോന്നിയ പോലെ ഞാൻ വരച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് ഇനി മീനിൻ്റെ ഡീറ്റെയിലിങ് ചെയ്യാം. നമ്മളെ കാർപ്പിൻ്റെ മുകളിലൊക്കെ കാണാൻ ഇങ്ങനെ വെള്ളയും ഓറഞ്ചും പുള്ളികളും ഇതൊക്കെ അതുപോലെ ആക്കിയെന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് റീസണൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീൻ വരയ്ക്കണമെങ്കിൽ ഗോൾഡ് ഫിഷിനെ വരയ്ക്കണമെങ്കിൽ ഗോൾഡ് ഫിഷിനെ വരയ്ക്കാം കേട്ടോ. പക്ഷെ ഞാൻ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്തത്. ഓറഞ്ചും മഞ്ഞയും ഇഷ്ടമുള്ള കളറുകൾ ആഡ് ചെയ്യാം. പച്ചയും വയലറ്റൊന്നും ആഡ് ചെയ്യില്ലേ. ഇനി നിങ്ങൾക്ക് അതാ ഇഷ്ടമെന്ന് വെച്ചാൽ അതും ചെയ്യാം കേട്ടോ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ വർക്ക് എങ്ങനെ കാണണം എന്നുള്ളത് നിങ്ങളിഷ്ടമാണ്. ഏകദേശം ആക്രിലിക് പെയിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കുറച്ച് ഐഡിയ ഉള്ളവർക്ക് എന്തായാലും ഇത് മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിന് ഞാൻ എന്തായാലും ബേസിക്സ് ചെയ്തിടുന്നതായിരിക്കും. അപ്പോൾ വാട്ടർ കളറിൻ്റെ ബേസിക്സ് ഒന്ന് തീർന്നു കഴിഞ്ഞാൽ നമുക്ക് ആക്രിലിക്കിൻ്റെ തുടങ്ങാം. ഇനി ഫിന്നിൻ്റെ ഡീറ്റെയിലിംഗ് കുറച്ചും കൂടി ചെറിയൊരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ സ്ട്രൈപ്പുകൾ ശരിക്കും ഇങ്ങനെ വരച്ചെടുക്കണം. നേരിയതായിട്ട് നൂല് പോലെ വരച്ചെടുക്കണം. അപ്പോൾ 00 ബ്രഷ് എടുക്കുന്നതാണ് നല്ലത് അതിന്.
ഇത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കളർ പാലറ്റ് നല്ല കോലമായിട്ടുണ്ട്. അതിനകത്ത് ഇല്ലാത്ത കളറുകളൊന്നും ഉണ്ടെന്ന് തോന്നില്ല. ഞാനത് കഴുകിയെടുക്കാൻ കുറച്ച് മെനക്കെടും. അപ്പോൾ ഏകദേശം നമ്മളെ പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. തെറ്റില്ലാത്തൊരു വർക്കാണെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. നിങ്ങളാരും ഒന്നും പറയുന്നില്ല, അപ്പോൾ എല്ലാവരും എന്തെങ്കിലുമൊക്കെ പറയുക, എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണോ വേണോ എന്ന് നിങ്ങൾ പറയുന്നില്ല, അപ്പോൾ പറയുക. ഇനി അടുത്ത വീഡിയോ കാണും വരെ ടാറ്റ ബൈ.